അപ്പോൾ ഇതെന്നത് നമ്മളെ ഒരു കേബിൾ ജോയിൻ്റ് അടിക്കാനുണ്ട്. നമ്മളെ സൈറ്റിലാണ് അപ്പോൾ ഹൈഡ്രോളിക് മെഷീനൊക്കെ ആയിട്ടാണ് വന്നതെന്ന്. അപ്പോൾ നമ്മളെ ചെക്കന്മാർ പണിയെടുത്തത് കേബിൾ കുറച്ച് നീളം കുറഞ്ഞു, അപ്പോൾ ഈ ജോയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യാനുള്ളത് ഡയറക്റ്റ് ജോയിൻ ചെയ്യണത് 16 കേബിളാണ് ഇട്ടത്. ഏകദേശം ഒരു 90 നമ്മൾ ക്ലിമ്പ് ചെയ്ത് ടാപ്പ് ചെയ്യണം. നമ്മൾ വാട്ടർ പ്രൂഫ് ടാപ്പ് മാത്ര ടാപ്പാണ്, കുറച്ചും കട്ടി ഉണ്ടാവും. ഇത് മൊത്തം സോക്കറ്റ് അടിച്ച് കഴിഞ്ഞ് അപ്പം ഇങ്ങോട്ട് ചുറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി പണികൾ. ഏകദേശം 4 മുമ്പിൾ അടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവ് ഇട്ട് ചൂടാക്കണം. ചൂടാക്കിയിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ടെമ്പറിലിട്ട് കമ്പ്യൂട്ടർ നല്ല ഹീറ്റ് കൊടുത്ത് ചൂടാക്കി കവർ ചെയ്യണം. ഇനി അതിൻ്റെ മേലെ നമ്മൾ ഒന്നുകൂടി ടാപ്പ് ചുറ്റിയാണ്. ഇത് സാധനം ഒരു കിറ്റാണ് കേട്ടോ, 1000 സംതിങ് വരണം ഈ കിറ്റിൻ്റെ വില. അത് നല്ലവണ്ണം നമ്മൾ അതിൻ്റെ മേലെ ചൂടാക്കിയതിൻ്റെ മേലെ ഒന്നുകൂടി ടാപ്പ് ചെയ്യണം. വാട്ടർ കണ്ടൻറ്റ് ഉള്ളിലേക്ക് കടക്കുകയും ചെയ്ത് അതിനു വേണ്ടിയാണ് നമ്മൾ നല്ലപോലെ 2 പ്രാവശ്യം ടാപ്പ് അടിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് അപ്ലൈ ചെയ്യണം അതിൻ്റെ മേലെ. ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഫസ്റ്റ് സിമ്പിൾ ടാപ്പ് അടിച്ച് അതിന് ശേഷം സ്ലീവ് ഇട്ട് ചൂടാക്കി അതിന് ശേഷം ഒരു ടാപ്പും കൂടി അടിച്ച് അതിന് ശേഷം നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് അടിക്കുകയാണ്. ജോയിൻറ്റ് വളരെ ചെറുതായത് കൊണ്ട് തന്നെ നമുക്ക് ഇൻസുലേഷൻ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മെഷ് അടിക്കുകയാണ്. മെഷിൻ്റെ ജോയിൻറ്റ് വിട്ടുപോകാതെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റാണത്. ജോയിൻറ്റ് കണക്ട് ചെയ്യണമായിട്ടൊരു ഷീറ്റാണത്. മെഷ് നമ്മൾ 2 പ്രാവശ്യം ചുറ്റുണ്ട്. ഫസ്റ്റ് അവിടെ നിന്ന് ഇവിടെ വരെ തുടങ്ങി അതിനുശേഷം വീണ്ടും അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടി ചുറ്റണം. എന്നാൽ മാത്രമേ പിടുത്തം നല്ലപോലെ ഉണ്ടാവുകയുള്ളൂ. നല്ല ടൈറ്റായിട്ട് മെഷ് ചുറ്റേണ്ടതുണ്ട്.
പക്ഷെ ഇപ്പോൾ 2 ലെയർ നമ്മൾ ചുറ്റി. അതിനുശേഷം ക്ലിപ്പർ വെച്ച് നല്ല ഹോസ് ക്ലിപ്പാണിത്, ഹോസ് ക്ലിപ്പ് വെച്ച് ടൈറ്റ് ചെയ്യാം. 2 എൻഡിലായിട്ടാണ്. ഇതാ തുടക്കത്തിലും എൻഡിലും ഹോസ് ക്ലിപ്പ് വെച്ച് നന്നാക്കി ടൈറ്റ് ചെയ്യുക. ഒരിക്കലും ജോയിൻ വിട്ടു പോരാത്ത രീതിയിൽ. അതിനുശേഷം നമ്മൾ വാട്ടർ പ്രൂഫ് ഇൻസുലേഷൻ അതിൻ്റെ മേലെ ചുറ്റുകയാണ് ചെയ്യണം. ഫുള്ളായി കവർ ചെയ്ത് ഇൻസുലേഷൻ അടിക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ മേലെ നമ്മൾ ഇൻസുലേഷൻ അടിച്ച് ഇനി സ്ലീവ് ഇടുകയാണ് ചെയ്യേണ്ടത്. സ്ലീവ് ഇട്ട് സ്ലീവ് ചൂടാക്കേണ്ടതുണ്ട്. സ്ലീവ് ഇട്ടതിന് ശേഷം നമ്മൾ നന്നാക്കി ചൂടാക്കുകയാണ്. ചൂടാക്കുമ്പോൾ ഇങ്ങനെ അടുത്ത് വരുന്നത് നമുക്ക് കാണാം. അതിനനുസരിച്ചാണ് ചൂടാക്കേണ്ടത്. ഓവർ ഹീറ്റ് ആകരുത്. തീ കാണിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചുരുങ്ങും. അപ്പം ഏകദേശം നമ്മളുടെ ജോയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതല്ല അപ്പോൾ ടൈറ്റായി നിൽക്കണത്. വാട്ടർ കണ്ടൻ്റൊന്നും ഉള്ളിൽ വരാത്ത രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫുള്ള് സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് പക്ക ലെവലിൽ വന്നിട്ടുണ്ട് സാധനം. ലീക്കും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പാണ്.